നന്നായിട്ട് ഉറങ്ങണം. എക്സാമിനൊക്കെ പോകുമ്പോ നന്നായിട്ട് ഉറങ്ങണമെന്നാ എന്റെ മമ്മി എന്നെ പഠിപ്പിച്ചേക്കുന്നേ. മമ്മി വിളിച്ചു? അതൊന്നും ചോദിച്ചില്ല. ഇന്നെന്താ പറ്റി വിളിച്ചില്ല. കഴിഞ്ഞ തവണ ഭയങ്കര അലമ്പായിരുന്നു. അതെടുക്കണം ഇന്ന് വിളിച്ചില്ല. മിച്ചോടെ കേസ്. ഇതാണ് നിർമ്മല കോൺവെന്റ്. ഇവിടെയാണ് നമ്മൾ ഇന്നലെ രാത്രി കിടന്നത്. കേരളത്തിലെ പോലെ അല്ല കേട്ടോ കൊൽക്കട്ടയില്. ഇവിടെ നേരം വെളുക്കും. 4:45 ആയപ്പോഴത്തേക്ക് നേരം വെളുത്തു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരത്തെ എഴുന്നേറ്റു, നേരത്തെ റെഡിയായി. അപ്പം രാവിലെ എഴുന്നേറ്റപ്പോൾ വിചാരിച്ചു എന്നാ പിന്നെ നടന്ന് അങ്ങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പോയേക്കാന്ന്. അതാകുമ്പോൾ നമുക്ക് സ്ട്രീറ്റൊക്കെ കാണാം. 2 കിലോമീറ്ററും 300 മീറ്ററും കൂടെ ഉള്ളൂ നമ്മുടെ എക്സാം സെന്ററിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഇന്ന് ഞങ്ങൾ നടന്ന് പോവാന്ന് വിചാരിച്ചു കേട്ടോ. ഇതാണ് യാത്രീ സതിയുടെ വണ്ടി കേട്ടോ. ഇതിലാണ് നമ്മൾ ഫസ്റ്റ് കയറി പോവാന്ന് വിചാരിച്ചത്. പിന്നെ ഇന്നങ്ങ് നടന്നേക്കാന്ന് വിചാരിച്ചു. നാളെ വേറെ മൂഡ്. അപ്പൊ നമുക്ക് നോക്കാം. അങ്ങനെ നമ്മൾ താമസിക്കുന്ന റൂമിൻ്റെ അടുത്ത് നിന്ന് ഒരു 100 മീറ്റർ ഇങ്ങനെ മാറിയപ്പോഴത്തേക്ക് എന്താ മെയിൻ റോഡോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങോട്ടാ നേരെ ആണോ? അപ്പോൾ ആ റോഡ് ക്രോസ് ചെയ്ത് പോകണമെന്നാണ് നമ്മൾ കാണിക്കുന്നത്. റോഡ് ക്രോസ് ചെയ്ത് പോവുകയാണ്. ഇപ്പോൾ ഇവിടെ സമയം 7:15. ഇവിടുന്ന് പാഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. നോക്കി പോയില്ലെങ്കിൽ തീർന്നു പോകും. ഇപ്പോൾ കടകളൊക്കെ ഓപ്പണായി വരുന്നേ ഉള്ളൂ. ഇവിടുത്തെ ഒരു വണ്ടി കണ്ടോ, ഇതിൻ്റെ ഒരു പ്രത്യേകത കേട്ടോ. ഇവിടുത്തെ വണ്ടികളെല്ലാം എല്ലാ സൈഡും ഇങ്ങനെ തട്ടി മുട്ടി ഇങ്ങനെ ഇരിക്കും. വീണ്ടും നമ്മൾ റോഡ് വഴി കൂടെ പോവുകയാണ്. കൽക്കട്ടയിലെ ഒരു പെരുവിൽക്കുടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഗ്രാമീണ കാഴ്ചകളൊക്കെയാണ് ഈ കാണുന്നത്. അവിടെ നിന്നതായിട്ട് നടന്നുകൊണ്ട് തന്നെ മടുത്തു കേട്ടോ. അതുകൊണ്ട് പിന്നെ ഇവിടെ കടയൊന്നും ഈ സമയത്ത് കിട്ടുകയില്ല. അതുകൊണ്ട് പിന്നെ ഫ്രൂട്ട്സ് കടയാണ് കേട്ടോ ഇത്. അപ്പോൾ അവിടെ നേരെ പേരൊക്കെ കഴിച്ചുകൊണ്ടിരിക്കാം. പേരയ്ക്കൊന്നും തിന്നിട്ട് വയറ് നിറഞ്ഞില്ല കേട്ടോ. പിന്നെ തണ്ണിമത്തം മേടിച്ചു. പിന്നെ ഇതൊക്കെ തിന്നിട്ട് വേണം ഇവിടെ നിൽക്കാൻ. എക്സാം പോയി എഴുതണ്ടേ? ഇല്ല തലയിറങ്ങാലോ വീണാലോ. ദോശയും വീട്ടിലേക്ക് കഴിയുന്നവരും കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും അല്ലേ? എനിക്ക് ദോശനേക്കാളൊക്കെ ഇഷ്ടം. ഇവനെ ദോശ അറ്റം മാത്രം കഴിക്കും, നടുക്ക് വശം തിന്നിയല്ല. അങ്ങനത്തെ ഒരു ടീമാണ്. ഇതാണ് നമ്മുടെ ഒരു സ്ട്രീറ്റ് ഫുഡ്. പേരക്കയ്ക്കും തണ്ണിമത്തനൊന്നും ചെറിയൊരു വിലയൊന്നും അല്ല കേട്ടോ. പേരക്കയ്ക്ക് 1 കിലോയ്ക്ക് 120 രൂപയും തണ്ണിമത്തന ചെറിയ പ്ലേറ്റിന് 30 രൂപയാണ്. അതുകൊണ്ട് രാവിലെ നമ്മുടെ പ്രഭാത ഭക്ഷണം വെറും 90 രൂപയ്ക്ക് തീർന്നിരിക്കുന്നു. അത്യാവശ്യം തണ്ണിമത്തന കഴിച്ചുകൊണ്ടായിരിക്കണം വയറ് നിറഞ്ഞ്. കടയൊക്കെ തുറന്നു വരുന്നുള്ളൂ. കടകളൊക്കെ തുറന്നു വരുന്നുള്ളൂ ഈ സമയമായിട്ട് പോലും. അതാണ് കുഴപ്പം. അങ്ങനെ നമ്മുടെ റൂമിൻ്റെ അവിടുന്ന് 2.5 കിലോമീറ്റർ നടന്ന് നമ്മൾ നമ്മുടെ എക്സാം സെന്ററിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ എക്സാം എഴുതിയിട്ട് വരാം. വിജയ് എന്തിനാട്ടെ. എക്സാം ഒക്കെ കഴിഞ്ഞു, പോയി ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ഇനി നമ്മൾ സെന്റ് പോൾസ് കത്തീഡ്രൽ ചർച്ചിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ആലോചിക്കുകയാണ്. അപ്പോഴത്തേ നമ്മളൊരു യൂബറൊക്കെ വിളിച്ചിട്ടുണ്ട്. അവർ നമ്മുടെ സ്പോട്ട് വരും എന്നൊക്കെ പറയുന്നു. നമുക്ക് നോക്കാട്ടോ. ഇത് യൂബർ ദേ വരുന്നു ഗൈസ്. ഇവിടെ ബ്ലോക്ക് ആയതുകൊണ്ട് പതുക്കെയാണ് വരുന്നത്. കുഴപ്പമില്ല, നമുക്ക് വെയിറ്റ് ചെയ്യാം. 89 രൂപ. പിന്നെ അഡീഷണൽ അവർക്ക് ടിപ്പ് 30 രൂപ. 5137. നിർമ്മിച്ച പഴയൊരു ദേവാലയം കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നേക്കുന്നത്. അപ്പൊ നമുക്കൊന്ന് കണ്ടാലോ. ബാ. അടുത്തായിട്ട് നമ്മൾ വന്നേക്കുന്നത് MD ബിർള പ്ലാനറ്റോറിയം ആണ് കേട്ടോ. വിക്ടോറിയ മെമ്മോറിയൽ ആണ് കേട്ടോ.
വിക്ടോറിയ മെമ്മോറിയലൊക്കെ കണ്ടിട്ട് നമ്മൾ അടുത്ത് ഹൗറ ബ്രിഡ്ജിന്റെ പോവാണ്. നമ്മുടെ ഗാഡി കൊണ്ടുവരാത്തതുകൊണ്ട് ഇവിടുന്ന് ഒരു ഗാഡി വിളിച്ചാണ് നമ്മളെ പോയിക്കൊണ്ടിരിക്കുന്നത്. അയ്യോ എന്നെ പോക്കാ പോകണമെന്നറിയോ, പറപ്പിക്കുവാണ് ഇവിടെ. നെക്സ്റ്റ് ഒന്നാമത് ഇനി ഹെവി ആയിട്ടുള്ള ബ്ലോക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളി പറപ്പിച്ച് വിടുവാണ്. 200 രൂപ വിക്ടോറിയ മെമ്മോറിയലിൻ്റെ അവിടെ നിന്ന് നമ്മൾ ഹൗറ ബ്രിഡ്ജ് വരെ നമ്മൾ 200 രൂപ. അപ്പോൾ അത്രയും കൊടുത്ത് നമ്മളിനി പോകണം. അങ്ങനെ ഓരോ സ്ഥലത്തേക്ക് പോകാനായിട്ട് നമ്മൾ വണ്ടി കൊണ്ടുവരാത്തതുകൊണ്ട് ഇങ്ങനെ വണ്ടിക്കൂലി മുടക്കിക്കൊണ്ടേ ഇരിക്കും. അല്ലടാ അതെ അതെ ട്രിച്ചിയിലൊക്കെ പോയപ്പോൾ നമുക്ക് ഒരു പ്രശ്നം ഉണ്ടായില്ല. ഇതിവിടെ ഗാഡി വിളിച്ച് തന്നെ ഉനായം പൈസ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുള്ളി നമുക്ക് ഹിന്ദിയിൽ എന്തൊക്കെയോ പറഞ്ഞു തരുന്നുണ്ട്, ഒന്നും മനസ്സിലാവുന്നില്ല. എന്തെങ്കിലും ആട്ടെ പുള്ളി എനിക്ക് മനസ്സിലായി. ക്രിക്കറ്റ് സ്റ്റേഡിയം ഉണ്ട് നമ്മൾ പോകുന്ന വഴിക്ക്, അപ്പോൾ അത് കാണാമെന്ന് പുള്ളി പറയുന്നുണ്ട്. ഈഡൻ ഗാർഡൻ. ആ ഓക്കെ നമ്മൾ ഗാംഗുലിയൊക്കെ കളിച്ച അല്ലേ സ്റ്റേഡിയം. അപ്പോൾ അതുണ്ട്. പിന്നെ 2 ബ്രിഡ്ജുണ്ട് അല്ലേ? ഒരു ബ്രിഡ്ജ്, 2 ബ്രിഡ്ജ്, 3 ब्रिज है टोटल. 3 ബ്രിഡ്ജ് ഉണ്ട് അല്ലേ ഇവിടെ? बंदरगाह स्विमिंग ब्रिज, 2 ब्रिज स्विमिंग ब्रिज और 1 ब्रिज हावड़ा ब्रिज. टोटल 3 ब्रिज. അപ്പോൾ നമ്മൾ ഹൗറ ബ്രിഡ്ജ് കാണാനായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. नाम है रेड रोड. റോഡ് ये कलकत्ता का सबसे फेमस रोड है. ഓ हावड़ा ब्रिज से रिटर्न कहाँ है? ഈഡൻ ഗാർഡൻ എന്ന് പറയുന്നത് ഇവിടെയാണെന്നാണ് പുള്ളി നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് കേട്ടോ. ഇപ്പൊ IPL നടക്കുന്നുണ്ട് അല്ലേ? IPL നടക്കുന്നുണ്ട്. നല്ല രീതിയിൽ തിരക്കുണ്ട് ഇവിടെ. ഓ ഇവിടെയാണ് അല്ലേ? ഇവിടെയാണ് കേട്ടോ IPL നടക്കുന്നത്. ക്രിക്കറ്റ് സ്റ്റേഡിയം ആണിത്. ഓ കൊൽക്കത്ത ആകാശവാണി. ഓക്കെ നമ്മൾ റേഡിയോ നിലയമാണ് കേട്ടോ ഇത്. लेफ्ट साइड हाई कोर्ट, कलकत्ता हाई कोर्ट. കൊൽക്കത്ത ഹൈക്കോർട്ട് ഉണ്ട്. ഇവിടെ राजभवन गवर्नर हाउस. ये साइड गेट है, मेन गेट बैक साइड है. ഇത് ഹൈക്കോർട്ട് അല്ലേ? इनकम नहीं, ये इनकम टैक्स ऑफिस. हाई कोर्ट इसका बैक साइड. ഓക്കെ ये इनकम टैक्स ऑफिस है. ऑफिस जिसको बोलते हैं. ये रिजर्व बैंक है. റിസർവ് ബാങ്ക്. रिजर्व बैंक. ഓ रिजर्व बैंक का हेड ऑफिस है. यहाँ से नोट कंप्लीट बन के निकलता है. ഇവിടെ ബടാ ബജാർ ഇതാണ് അല്ലേ? बड़ा बाजार है, होलसेल मार्केट. പ്രശസ്തമായ ഹൗറ ബ്രിഡ്ജ് കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. हाँ इसे बनाइए वीडियो पूरा बनते रहेगा. देखिए ये पिलर, एक ये पिलर. अब बीच में कोई पिलर नहीं है. अब इधर से ये पानी चालू हो गया. പുള്ളി പറയുന്ന അപ്പറേ ഇപ്പറേ പില്ലറുള്ളൂ, നടുക്ക് പില്ലറില്ല. അതാണ് ഇതിന്റെ പ്രത്യേകത അല്ലേ? ഓ അത് നെക്സ്റ്റ് वो ब्रिज पे जाना है क्या? जाना है उधर? वो ब्रिज ബ്രിഡ്ജ് जाना है उधर? വേണ്ട. नको जाना होगा तो फिर उधर भाड़ा पड़ेगा आपका, बहुत दूरी हो. जाना हो तो बोले वैसे घुमा के छोड़ देंगे आप. ഇതാ പിന്നെ അതല്ലേ ഹൗറ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. देखिए इधर नीचे पिलर नहीं है इसका. अब इधर लास्ट में 2 पिलर है फिर. ये एंडिंग हो गया ब्रिज का. एक इधर पिलर, एक इधर. बस बीच में इसका सपोर्ट नहीं है. ഹൗറ ये हावड़ा रेलवे स्टेशन. റെയിൽവേ സ്റ്റേഷൻ. നമ്മൾ ഇവിടെ അവിടെ വന്നിറങ്ങിയതെന്ന് പണ്ട് നീ കുഞ്ഞായിരുന്നപ്പോഴേ ഇവിടെ വന്ന് ഹൗറയിൽ ഇറങ്ങിയിട്ടാണ് പിന്നെ ഇവിടെ വന്ന് അവർ നമ്മളെ കൂട്ടിക്കൊണ്ടുപോയി. आप लोग का गाड़ी तो साउथ के लिए जितना भी गाड़ी आ जाता है सब साली मारते जाते हैं. ഉണ്ടോ? നീ റിക്ഷ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞില്ലേ? ഇതല്ലേ റിക്ഷ കണ്ടോ? ഇഷ്ടം പോലെ റിക്ഷ. ഓ ഇതാ പാലം. അവിടെ നിന്ന് കണ്ടോ പാലം? ബ്രിഡ്ജ് वो बना रहा है नया. വെൽക്കം ടു ഹൗറ. ये हावड़ा डिस्ट्रिक्ट. സബ്ജി हाँ सब्जी मार्केट. പച്ചക്കറി
होलसेल होलसेल। होलसेल और ये हुआ आगे फिश मार्केट। ये आपका सब आंध्रा से आता है फिश यहाँ। फिश मार्केट हाँ फिश, ये सब आंध्रा से आता है आपका। ये देखिए आंध्रा का गाड़ी ആന്ധ്ര खड़ा है। ഓക്കെ ആന്ധ്ര എന്ന് പറഞ്ഞു सब आंध्रा का गाड़ी खड़ा है। ഓക്കെ ഓക്കെ ചെയ്യേണ്ട പോലെ ചെയ്യണം. ഈ ഹൗറ ബ്രിഡ്ജിന്റെ താഴെയായിട്ടേ പൂ വിൽക്കുന്ന ഒരു മാർക്കറ്റ് ഉണ്ടോ? സൂപ്പറായിട്ടുണ്ട് എന്താ guys. പൊന്നു, എനിക്ക് വാരി എറിയാൻ തോന്നുന്നു.